പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നതും സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി നാം ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് കൊടുക്കണം. എല്ലാം അങ്ങനെയായിരിക്കണമെന്ന് ഈ വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തിന് എപ്പോഴും എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സൗരഭ്യവാസനയായി മാറണം. ഈ വചന ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കി പോകുമ്പോൾ പൗലോസിന് വേണ്ടിയുള്ള ഫിലിപ്പിയരുടെ കരുതലാണ് വായിക്കുന്നത്. ഫിലിപ്പിയർ തന്നെ സാമ്പത്തികമായി സഹായിച്ചതിനാൽ പൗലോസ് അനേക പ്രാവശ്യം നന്ദി രേഖപ്പെടുന്നതായിട്ട് ഫിലിപ്പി ലേഖനത്തിൽ കാണാൻ കഴിയും. പിന്നെയും വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നന്ദി വാചകം ആരംഭിക്കുന്നത്. വിചാരിപ്പിൻ എന്നുള്ളതിന് ഹല്ലേലൂയ, എന്നെ കരുതുന്ന കാര്യത്തിൽ നിങ്ങൾ പൂവണിഞ്ഞിരിക്കുന്നു എന്ന ആശയത്തിലാണ് ഗ്രീക്ക് ഭാഷയിൽ ഹല്ലേലൂയ ഇതിനുള്ളത്. അപ്പൊ ഈ ലേഖനം എഴുതിന്റെ പ്രധാന ഉദ്ദേശവും ഫിലിപ്പിയ സഭ പൗലോസിനെ പല സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്, കൈത്താങ്ങായി എത്തുന്നതുകൊണ്ട് അവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് പൗലോസിന്റെ പ്രധാന ലക്ഷ്യം. അപ്പം പൗലോസിന്റെ ജീവിത കാലഘട്ടങ്ങളിൽ താൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. കാരാഗ്രഹവാസമടക്കം അനവധി പ്രതിസന്ധികൾ. അപ്പോൾ തന്നെ സഭയുടെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും സഭ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഹല്ലേലൂയ പൗലോസിന് സാമ്പത്തികമായി അനവധി ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊക്കെ ഫിലിപ്പിയ സഭ മറ്റൊന്നും വിചാരിക്കാതെ പൗലോസിനോട് കൂടെ നിന്ന് പൗലോസിനെ സഹായിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ഫിലിപ്പിയർ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കൊടുത്തു. കർത്താവിന്റെ പ്രവർത്തനങ്ങൾക്കായി നാം കൊടുക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. അല്ലേ, നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുക്കണം. ഫിലിപ്പിയ സഭ സന്തോഷത്തോടെ മുന്നോട്ട് വന്നതുപോലെ നാം സന്തോഷത്തോടെ മുന്നോട്ട് വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഹല്ലേലൂയ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നതാണ്. അപ്പം പൗലോസിനെ തൃപ്തിപ്പെടുത്തുകയാണ് പൂർവ്വവരെ. ഹല്ലേലൂയ. ഭൂമിയിൽ പൗലോസിന്റെ കാലഘട്ടത്തിലാണ് ശുശ്രൂഷ നടക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തെ ആത്മീയത്തോടെയും പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് എത്രമാത്രം കൊടുക്കും, അത് എത്രമാത്രം നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി കൊടുക്കും. അത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ദൈവം അത് സൗരഭ്യവാസനയായി സ്വീകരിച്ച് ഹല്ലേലൂയ സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദ സുഗ്രാഹ്യമായി യാഗമായിട്ട് ഹല്ലേലൂയ ദൈവം അതിനകത്ത് തൃപ്തനാകുമായി മാറും. സഹായിച്ചാൽ മതി. ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന് കൊടുക്കുന്നത് തന്നെയാണ്. നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പൊ നന്ദിയുള്ള ഹൃദയത്തോടും സന്തോഷത്തോടും കൂടി കൊടുക്കുന്ന കാണിക്ക അഥവാ സ്തോത്ര കാഴ്ച ദശാംശങ്ങൾ അത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദമുള്ളതായി മാറും. ദൈവത്തിന്റെ ഹൃദയത്തിലെ സന്തോഷമാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ ദശാംശ സ്തോത്ര കാഴ്ചയും കൊടുക്കണ്ട എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ സുവിശേഷം പറയുന്നത് ലേഖനത്തിൽ വായിക്കുന്നത് എന്താണ്? സുവിശേഷ വേല ചെയ്യുന്നവൻ സുവിശേഷ വേലയിൽ ജീവനെ കഴിക്കണം. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യുന്നു. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കുന്നതൊക്കെ വചനത്തിലുണ്ട്. പിന്നെ അത് കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. നിങ്ങൾ ഏതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനൊരു ശുശ്രൂഷകൾ എന്ന നിലയ്ക്ക് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. പ്രൈസ്. അതിനകത്ത് ഒരുപാട് രണ്ടഭിപ്രായങ്ങൾ കാണാം. ചിലവർ ഇങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ട് വാങ്ങി മേടിച്ച് തിന്നുവാൻ വേണ്ടി അല്ലെ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കാതിരിക്കുന്നവരാണെന്നൊക്കെ പറയുന്നവരുമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ദൈവവചനം പറയുന്നത് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അല്ലേ? ഒരു പ്രാവശ്യം അല്ലേ നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം അതൊരിക്കലും മറന്നുപോകില്ല. ദൈവം തന്റെ പുസ്തകത്തിൽ അത് സൂക്ഷിച്ചിരിക്കും. അല്ലേ? സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു ദേവദാസന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്റ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ട്രാക്റ്റുകൾ വിതരണം ചെയ്യുമ്പോൾ അഴുക്ക് വസ്ത്രം ധരിച്ച അല്ലേ ഒരു ബാലൻ ആ വഴി കടന്നു വന്ന ഈ ട്രാക്റ്റ് കൊടുക്കുന്ന ദൈവദാസനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവൻ കൈനീട്ടി. അല്ലേ? അവൻ കൈനീട്ടി കഴിഞ്ഞ് ഈ ദൈവദാസൻ ഒരു ട്രാക്റ്റ് എടുത്ത് അവന് കൊടുത്തു. അല്ലേ? സാധാരണ കീറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ബാലൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൈ കാണിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് അവൻ എന്തിനും ദാനം വേണ്ടിയിട്ടായിരിക്കുന്നുള്ളൂ. പക്ഷെ അവൻ ആ ദാനം സ്വീകരിക്കാൻ വന്നതല്ല, ഈ ദൈവദാസൻ കൊടുക്കുന്ന ലഘുലേഖ വാങ്ങാൻ വന്നതാണ്. ആ ലഘുലേഖ ആ ദൈവദാസന് ആ പയ്യന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ കീറി മുഷിഞ്ഞ പോക്കറ്റിൽ നിന്ന് ഒരു രൂപയുടെ തൊട്ട് ഒരു നാണയം എടുത്ത് ആ ദൈവദാസനെ നീട്ടി. ആ ദൈവദാസൻ സന്തോഷത്തോടെ അത് വാങ്ങി. കീറി മുഷിഞ്ഞ വസ്ത്രധാരിയായി ബാലൻ ഈ ഒരു ട്രാക്ട് വാങ്ങി 1 രൂപ എനിക്ക് തന്നെങ്കിൽ അല്ലേ സ്തോത്രം, അതിന്റെ 7 ഇരട്ടിയായി മടക്കിത്തരാൻ ദൈവം ശക്തനാ. ഈ ബാലനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ ദൈവദാസൻ പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. അപ്പം അല്ലെങ്കിൽ കീറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ പയ്യന് പോലും ദൈവത്തിന് കൊടുക്കണമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി നമുക്ക് എത്രമാത്രം ഉണ്ടായിരിക്കണം ദൈവത്തിന് കൊടുക്കണമെന്നുള്ളത്. അല്ലേ? ഇപ്പൊ സൗരഭ്യവാസിനിയായും ദൈവത്തിന് പ്രിയമുള്ളതായും നാം കൊടുക്കുന്ന ഓരോ നന്മകളും ദൈവം സ്വീകരിക്കും. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കണം. കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി. ചിലർക്കാണ് ഈ കാലഘട്ടത്തിൽ സ്തോത്രകാഴ്ച പോലിടാൻ മനസ്സില്ല, ദശാംശം കൊടുക്കത്തില്ല. സ്തോത്രകാഴ്ച സഞ്ചി വാങ്ങിയിട്ട് കൊടുത്തു വിടുന്നവരുണ്ട്, കൈ കാണിക്കുന്നവരുണ്ട്, സ്തോത്രകാഴ്ച കൊണ്ട് തിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്, സ്തോത്രകാഴ്ച കൊണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാൻ കേട്ടോ. എന്റെ സമയത്ത് തന്നെ അങ്ങനെയുള്ള ആളുണ്ട്. അല്ലേ? അപ്പൊ ഞാൻ അവരോട് പരാതിയൊന്നും പറയാതെ, കാരണം ദൈവത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നത് അവര് അല്ലെ ചായ കുടിച്ചാൽ അവരോട് ദൈവം ചോദിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നാം ദൈവത്തിന് കൊടുക്കണം. ഇവിടെ നാം ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്രകാഴ്ചയും ദശാംശവും അല്ലെ നമ്മുടെ അവലിയ നന്മകൾ മാത്രമല്ലാതെ ഹന്നയെപ്പോലൊരു തീരുമാനം നമുക്കുണ്ടാകണം. പഴയ നിയമത്തിൽ ഹന്നയെടുത്തൊരു തീരുമാനമുണ്ട്. ഹന്നയുടെ തീരുമാനമുണ്ട്. അവൾക്കൊരു സന്തതി ഇല്ലാത്തതുകൊണ്ട് അവളുടെ പ്രതിയോഗിയായ പെനീനയാൽ അവൾ വളരെ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അങ്ങനെ ഇരിക്കെ അവൾ ദൈവത്തിനൊരു നേർച്ച നേർന്നു. അല്ലേ? ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളിലെ കൂവി അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. അവൾ ഇന്നേ അപമാനങ്ങൾ വരികാൻ അവൾ പറഞ്ഞു, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം അല്ലേ യഹോവയ്ക്ക് വേണ്ടി കൊടുക്കും, അവന്റെ തലയില് ക്ഷൗരക്കത്തി തൊടുകയുമില്ല. അല്ലേ? അവൾ നല്ലൊരു തീരുമാനമെടുത്ത് ദൈവത്തിന്റെ പ്രാർത്ഥനയെ ഉറപ്പിച്ചു. അല്ലേ? പക്ഷെ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൾക്കൊരു പുരുഷ സന്താനത്തെ കൊടുത്തു. അല്ലേ? ആ പുരുഷ സന്താനത്തിന് ശമൂവേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്നിട്ട് ശമൂവേലിന്റെ പുസ്തകം അല്ലേ അതിന്റെ 1:24 വരുമ്പോൾ അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശിലോഹിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലൻ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത് യജമാനനെ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. അപ്പൊ ഹന്ന എടുത്ത തീരുമാനം
അവൾ ഒരിക്കലും വാക്ക് തെറ്റിക്കാതെ തീരുമാനത്തിൽ ഉറഞ്ഞിരുന്നുകൊണ്ട് അവൾക്ക് ലഭിച്ച പുരുഷ സന്താനത്തെ കുട്ടിയുടെ മുലകൂടി മാറിക്കഴിഞ്ഞപ്പോൾ ഏലിയുടെ അരിക്കൽ കൊണ്ടുപോയി ദൈവനാമത്തിന് സമർപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. അവൾക്ക് ലഭിച്ച ആദ്യ പുരുഷ സന്താനത്തെ അവൾ ദൈവത്തിന് കൊടുത്തു. പണം മാത്രമല്ല കൊടുക്കേണ്ടത്, നമ്മുടെ മക്കളെയും കൂടെ ദൈവത്തിന് കൊടുക്കണം. പിന്നത്തേതിൽ നമ്മൾ വചനം വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. അപ്പോൾ ഒരു പുരുഷ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ പുരുഷ സന്താനത്തെ യഹോവയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ യഹോവ അവളെ ഓർത്ത് അവൾ ഗർഭം തുറന്ന് അവൾക്ക് ഹല്ലേലൂയ 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും അങ്ങനെ 5 മക്കളെ വേറെ കൊടുത്തു. ശമൂവേൽ കുട്ടി 6 മക്കളായി. കാരണം ദൈവത്തിന് കൊടുത്തത് കൊണ്ട് അവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. 6 മക്കൾ അമ്മയായുണ്ട്. ഹല്ലേലൂയ. 6 മക്കൾ അമ്മയായി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ അങ്ങനെ അനവധി ആളുകളും മക്കളെ നേർന്ന് പ്രാർത്ഥിച്ച് മേടിക്കാറുണ്ട്. അവർ വിവാഹം കഴിച്ച് നാളുകളായി കുട്ടികളില്ലാതിരിക്കും ദൈവത്തിനെതിരെ, കർത്താവ് നീ എനിക്കൊരു കുട്ടിയെ തന്നാൽ, എനിക്ക് സന്തതിയെ തന്നാൽ, എനിക്കൊരു മോനെ തന്നാൽ, മോളെ തന്നാൽ ഞാൻ അതിനെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി തരാം. അങ്ങനെ ദൈവം ഇവരുടെ പ്രാർത്ഥന കേട്ട് കുട്ടികളെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികൾ കെട്ടിക്കഴിഞ്ഞ് കുട്ടികൾ വളർന്ന് വിദ്യാഭ്യാസമായി ആയിക്കഴിയും പിന്നെ അവരങ്ങ് മറന്നുപോകും. പിന്നെ കുട്ടിയെ ദൈവത്തിന് വേണ്ടി കൊടുക്കത്തില്ല. ഇവിടെ ഹന്ന മുലകൂടി മാറിയപ്പോൾ കുട്ടിയെ കൊണ്ട് കൊടുക്കുന്നുള്ള ആലയത്തിൽ. എന്നാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസമായി കഴിഞ്ഞാലും കുട്ടികളെ ദൈവത്തിന് വേണ്ടി കൊടുക്കാതെ അവർ പിന്നെ ജോലിക്കായി പറഞ്ഞു വിടും. എന്നിട്ട് പലരും ചോദിക്കും, അതല്ല ഇപ്പം ദൈവം ഓർത്ത് വെക്കുവാണ്, അന്ന് പറഞ്ഞ ഇപ്പം ദൈവം ഓർത്ത് വെക്കുവാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അങ്ങനെ പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ദൈവം രേഖപ്പെടുത്തി വെക്കും. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന യഹോവ ശ്രദ്ധ വെച്ച് കേട്ടുന്ന മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 15 തൊട്ട് താഴ്ത്ത് വായിച്ചത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയുന്ന ഏത് വാക്കുകളും ദൈവം രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഹന്നയുടെ വാക്കിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. അവൾ പണവും സ്തോത്രകാഴ്ചയും ദശാംശമല്ല കൊടുത്തത്. ആമയും അവളുടെ ഭവനത്തിൽ അവളുടെ കാർഷിക മേലുണ്ടായിരുന്നിരിക്കുന്ന നന്മയല്ല അവൾ കൊടുത്തത്, അവളുടെ മകനെ കൊടുക്കുക ചെയ്തതാണ്. അതുകൊണ്ട് അവളുടെ കുടുംബത്തിനൊക്കെ 5 മക്കളെയും കൂടെ കൊടുക്കുവാൻ ദൈവം ശക്തനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകനാവി, നീ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ അധികമായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുവരും. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അധികമായ അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് കൊണ്ടുവരുമെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 25-20 നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. താലന്തുകളുടെ ബന്ധത്തോടെ ഞാൻ ഭാഗത്തിൽ കടന്നു പോകുന്ന ഈ ഒരു വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കാം. അപ്പം ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിലായിരുന്നാലും പഴയ നിയമത്തിൽ ഹന്നയോടുള്ള ബന്ധത്തിലായിരുന്നാലും അവർ ഫിലിപ്പിയ സഭ പൗലോസിനെ സഹായിക്കുന്നു. അതുപോലെ ഹന്ന ദൈവത്തിന് വേണ്ടി തന്റെ മകനെ തീരുന്നു. അതുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ ഹന്നയ്ക്കും ഫിലിപ്പിയ സഭയ്ക്കും കഴിയും. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഇപ്പം ഹന്നയുടെ ഭവനത്തിൽ അനവധി കുട്ടികൾ. ഫിലിപ്പിയ സഭ വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് കൊടുത്തത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രസവസ്വരാവേ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ളതിനെല്ലാം നിങ്ങൾ ദൈവത്തിന് സന്തോഷത്തോടെ കൊടുക്കണം. ഇപ്പൊ അല്പമായ വരുമാനത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നതിൽ സത്യസന്ധതയായി കാണിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിച്ചു ഉയർത്തും. നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങൾക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള നിങ്ങൾ മറച്ചു വെക്കരുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന വരുമാനത്തിൽ നിന്നും അവൻ ചോദിക്കുന്നത് അധികമൊന്നുമില്ല, അധികമൊന്നും ചോദിക്കുന്നില്ല. 10ൽ 1 അംശം ദൈവം ചോദിക്കുന്നതേ ഉള്ളൂ. അതുപോലും കൊടുക്കാൻ ഇന്നത്തെ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവവിശ്വാസികൾക്ക് കഴിയുന്നില്ല. എന്നാൽ കിട്ടുന്നതിലെല്ലാം ദശാംശം കുറയാതെ, സ്വോത്രകാഴ്ച കുറയാതെ ദൈവത്തിന് കൊടുക്കുന്ന അനവധി ഭവനങ്ങളുണ്ട്.
അവരുടെ മക്കളെ, ഇവരുടെ തലമുറയെ, അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെ അനുഗ്രഹിച്ചു? ഖന്നയുടെ ജീവിതത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുട്ടികൾ ആലയത്തിൽ യഹോവയ്ക്ക് നിവേദനമായി സമർപ്പിച്ചതുകൊണ്ട് പിന്നത്തേതിൽ 5 മക്കളെ കൂടെ കൊടുത്ത് ശമൂലടക്കം 6 മക്കളെ ഖന്നയുടെ വീട്ടിലുണ്ടായതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നീ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ദൈവം നിന്റെ തലമുറയും നിന്റെ കുടുംബത്തിൽ നിന്റെ സമ്പത്തിന്, നിന്റെ ജോലിയും നിന്റെ ബിസിനസിന്റെ കാർഷിക മേഖലയും നിന്റെ ക്ഷീരമേഖലയിലും നീ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനാ. രക്തക്ഷയം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറയാമോ? അല്ലേലി. അപ്പം ദൈവത്തിന് കൊടുക്കണം. അല്ലെങ്കിൽ പിശുക്ക് കാണിക്കരുത്. അല്ലേലി. അദ്ദേഹത്തിൽ പിടിച്ചു വെക്കരുത്, കളവ് കാണിക്കരുത്. അനന്യാസിനെ സഭീരെ പോലെ ആമിൽ വസ്തു വിറ്റു കിട്ടിയവരിൽ പാതി എടുത്ത് വെച്ച് അപ്പോസ്തലന്മാർ ഒരിക്കൽ കടന്നു വന്ന സംഭവം അപ്പോസ്തലന്മാരുടെ 5 നിങ്ങൾക്കറിയാം. സംഭവിച്ചത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാജം കാണിച്ചതുകൊണ്ട് ആമേൻ അനന്യാസ് വീണ് മരിച്ചു. അത് കഴിഞ്ഞ് ഇതൊന്നും അറിയാൻ ഭാര്യയും വന്നു. അവളോടും പത്രോസ്, നിങ്ങൾ എന്തിനാണ് ദൈവത്തെ പരിശുദ്ധ വ്യാജം കാണിച്ചത്? അവളും വീണ് മരിച്ചു. അപ്പൊ ഇപ്പൊ ഞങ്ങളാരും വീണ് മരിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ വീണ് മരിക്കാതെ ഇപ്പം ദൈവത്തോട് കരുണ കാണിക്കുന്നതാണ്. പക്ഷേ നീ ദൈവത്തെ കളിപ്പിക്കരുത്. കൊടുക്കാനുള്ള കൊടുക്കണം. നിനക്ക് തരുന്ന നന്മയിലൊക്കെ നീ കൊടുക്കണം. ചിലർ അയ്യോ ദൈവസഭയ്ക്ക് കൊടുത്തിട്ട് അതൊക്കെ ഇവിടെ വെറുതെ ഇരിക്കും, ഒരു പണിയും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നേക്കാം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി, ദാരിദ്ര്യം അനുഭവിക്കുന്ന, രോഗത്തിൽ കടന്നു പോകുന്ന, ശാപത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ആമേൻ ജനത്തിന് വേണ്ടി രാപകലില്ലാതെ ഇടിവിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നീ ചെയ്യുന്നതിനേക്കാൾ കഠിനമായ വേല ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ ദാസിദാസന്മാർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ധനഭാരമാണ്. ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് ധനഭാരമല്ല, ആത്മഭാരമുള്ളവരാണ്. ആത്മഭാരമുള്ളവൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ കണക്ക് പറയാതെ നന്മകൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്ക് കൊടുക്കണം. രക്തം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ പുള്ളി അത്യാഗ്രഹിയാണ്. ഞാൻ അത്യാഗ്രഹമായിട്ടൊന്നുമല്ല പറഞ്ഞത്. എലേലിയ എനിക്കുള്ളത് കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. എലേലിയ ഒരത്യാഗ്രഹവും എൻ്റെ ജീവിതത്തില്ല. ആരുടെയും നന്മയെക്കുറിച്ച് ആഗ്രഹമില്ല. ആർക്കും എന്ത് കിട്ടിയാലും ഒരു പരാതിയുമില്ല. അതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ ഗുരുവെക്കത്തില്ല. അവർക്ക് നന്മ ലഭിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കുവാൻ ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് ദൈവമേ സ്വർഗത്തിലെ സകല ആത്മീയതയാലും അവരെ വീണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ അല്ലിയ കർത്താവ് ഓർത്തു വെക്കുവോ? കർത്താവ് മറന്നു? പണ്ട് പറഞ്ഞ കാര്യമില്ലേ? ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യമില്ലേ? കുട്ടികൾ ഉണ്ടാകുന്ന പറഞ്ഞ കാര്യമില്ലേ? ദൈവം മറന്നുപോയി കാണും എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, ദൈവം ഒരു കാര്യവും മറക്കത്തില്ല. നമ്മൾ പറഞ്ഞ ഒരു വാക്ക് പോലും ദൈവം മറന്നു പോകത്തില്ല. നമ്മൾ മറന്നാലും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തരായി പാർക്കുന്നുവെന്ന് നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി മാറും, എന്നാൽ ദൈവം വിശ്വസ്തരാണ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ സഭയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന്റെ പരാതി എന്താണെന്ന് പറയുമോ? ആ സഹോദരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബം വിട്ട്, എൻ്റെ ഭാര്യ പിരിവിട്ട്, എനിക്കുള്ളതെല്ലാം വിട്ട് കളഞ്ഞിട്ടാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചത്. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും. അവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നാണ് സഹോദരൻ പറയുന്നത്. ധൈര്യം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഞങ്ങൾ വന്നു, അപ്പം ഞങ്ങൾക്ക് കിട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇന്ന് വരെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. എന്നും പട്ടിണിയും ദുരിതവും സങ്കടവും കണ്ണുനീരും പ്രശ്നവും കലഹവും, അങ്ങനെ കുടുംബം ഒരു സാവിൽ നിൽക്കത്തില്ല. പല സഭകൾ ചാടി നടക്കുക. കാരണം എല്ലാവരും പാരമ്പര്യവും അവരുടെ കുടുംബവും മഹിമയും എല്ലാം വിട്ടിട്ടല്ലേ യേശുവിനെ അനുഗ്രഹിച്ചു. ഈ സഹോദരൻ മാത്രമല്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഞാനെല്ലാം വിട്ടു വന്നു. ഞാൻ പലപ്പോഴും തിരുത്താൻ ശ്രദ്ധ സമ്മതിക്കത്തില്ല. പുള്ളിക്ക് കിട്ടണം, ദൈവസഭയ്ക്ക് കൊടുക്കുന്നത് ഇഷ്ടമില്ല. അല്ലേര് ഇന്നും ആ കുടുംബം ശരിയായിട്ടില്ല കേട്ടോ. രക്തം ചെയ്യാം. അല്ലേര് അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ചിന്താഗതിക്കാരാകരുത്. അല്ലേര് നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന അനവധി ദൈവമക്കളെ എനിക്കറിയാം. എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ഞാൻ പലപ്പോഴും വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും സാമ്പത്തികമായ പരാജയങ്ങളൊക്കെ അനുഭവിച്ച സമയങ്ങളിൽ അനവധി ദൈവമക്കൾ യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടെ ദൈവസ്വാമിക്ക് വേണ്ടി കൈത്താങ്ങൾ തന്നത് എനിക്കറിയാം. നന്നായിട്ട് കൊടുക്കുന്നവരുണ്ടെന്നേ. അല്ലേരിയ. അത് അത്യാഗ്രഹം കൊണ്ട് ചോദിച്ചു വാങ്ങുന്നില്ല. ഞാനൊന്നും അത്യാഗ്രഹം കൊണ്ടൊന്നും ഒന്നും സമ്പാദിക്കാറില്ല. എൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, എന്നെ കേൾക്കുന്ന ദൈവത്തിന് കൊടുക്കുന്നതിൽ വരുന്ന ആനന്ദത്തെ നിങ്ങൾ രുചിച്ചു നോക്കണം. ദൈവത്തിന് കൊടുക്കുന്നതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദത്തെ, നിങ്ങൾക്കുണ്ടാകുന്ന നന്മയെ നിങ്ങൾ രുചിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഹന്നയോട് നിങ്ങൾ വിളിച്ചു ചോദിച്ചാട്ട്, ഹന്ന പറയും, ഹന്നേ
നിങ്ങൾ ചോദിക്കും, ഹന്നെ എന്തുണ്ട് ഹന്നെ വിശേഷം എന്ന് ചോദിച്ചാൽ ഹന്നെ പറയും, എൻ്റെ പാസ്റ്റർ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ അനേക നിന്ദകളും അപമാനങ്ങളും അനുഭവിച്ചു. എൻ്റെ പ്രതിയോഗിയായ പെണ്ണിനെ എന്നെ എന്നും ചീത്ത പറയും. കാരണം എന്താ ഹന്നെ? എനിക്ക് മക്കളിൽ, അവൾക്ക് മക്കളുണ്ട്. ഞാൻ ദൈവത്തോട് വളരെ നിലവിളിച്ച് മനോവസനത്തോടെ പ്രാർത്ഥിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചു യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ യഹോവയ്ക്ക് ജീവപര്യന്തം കൊടുക്കും, അവന്റെ മുടി ശകലം ചെയ്യിക്കത്തില്ല. അങ്ങനെ എനിക്ക് ദൈവം ഒരു കുട്ടിയെ തന്നു. അവന്റെ മുലകുടി മാറിയപ്പോൾ ഞാൻ ആലയത്തെ കൊണ്ടുപോയി ശംഖുവേലിന്റെ ശംഖുവേൽ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ ആലയത്തിൽ സമർപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് വീണ്ടും 5 മക്കളെ കൂടെ ദൈവം തന്ന ശംഖുവേലിന്റെ 6 മക്കളും തന്നെ സന്തോഷത്തോടെ പറയും. നിങ്ങൾക്ക് അതിന് പറയുക കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾക്കും അങ്ങനെ പറയാൻ കഴിയും. ദൈവത്തിന് കൊടുത്താനാ. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കാവിന്നൊരു വലിയ അളവ് നിങ്ങളുടെ മടിയിൽ നിന്ന് നിറയ്ക്കുമെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. രക്തം ചെയ്യാം. നമ്മൾ കൊടുക്കും തോറും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ കൊടുക്കും തോറും, നിങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും തോറും, നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് ഒരംശം ദൈവത്തിന് കൊടുക്കും തോറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് നിനക്ക് ഉയർച്ചയില്ലാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് നന്മയില്ലാത്തത്? എന്താണ് നിനക്ക് കരകയറാൻ കഴിയാത്തത്? നിന്റെ ജോലിക്കൊരു വികസനമില്ല, നിന്റെ സാമ്പത്തിക്കൊരു മാറ്റമില്ല, നിന്റെ ശുശ്രൂഷയ്ക്കൊരു മാറ്റമില്ല, നിന്റെ ബിസിനസ്സിൽ മാറ്റമില്ല, നിന്റെ കൃഷിക്കകത്ത് മാറ്റമില്ല, ശീലമേഖലയിൽ മാറ്റമില്ല, നീ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുന്നു. എന്തുകൊണ്ട്? നീ ദൈവത്തിന് കൊടുക്കാത്തവനാ, ദൈവത്തിന് കൊടുക്കാത്തവളാ. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ നീ വളരെ പിശുക്ക് കാണിക്കുന്നു. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയസഹോദരനേ, നീ ദൈവത്തിന് കൊടുക്കണം. അല്ലേലി. എനിക്കൊരു ദൈവദാസി ഒരു മോനെ അറിയാം. ഹല്ലേലൂയ. അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നുമില്ല, അവർക്ക് സമ്പത്തൊന്നുമില്ല. അവർ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മകന്റെ പഠിത്തം നടക്കുകയുള്ളൂ, വാടക കൊടുക്കാനും പറ്റത്തുള്ളൂ. എങ്കിൽ പോലും ഇടയ്ക്ക് സഹോദരി എന്ത് ചോദിച്ച ഒരു 500 രൂപ വല്ലപ്പോഴും ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. അപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കോ ഇല്ല, നിങ്ങൾക്ക് വാടക കൊടുക്കാനില്ല, നിങ്ങൾക്ക് മകനെ പഠിപ്പിക്കണം, നിങ്ങളുടെ ജീവിതം നടക്കണം, പിന്നെ എന്തിനാണ് ഈ പൈസയൊക്കെ അയക്കുന്നത്? എന്നാലും ഒരു തരും കേട്ടോ. എന്താണ്? ഇല്ലായ്മയിൽ നിന്നും ദൈവത്തെ കൊടുക്കുന്ന ആ കുടുംബം. അല്ല, ഞാൻ പേര് പറയുന്നില്ല. നീ ദൈവത്തിന് കൊടുക്ക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം നിനക്കും തരാതെ വരും. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൊടുത്ത ഹന്ന നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് എങ്ങനെയാണ് അവൻ? ഹല്ലേലൂയ. നമ്മളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. കർത്താവ് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹത്തിന്റെ വാതിലുകളിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അതുകൊണ്ടാണ് സദൃശവാക്യം 3:9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ രേഖപ്പെടുത്തി സദൃശവാക്യം 3:9-10 വാക്യങ്ങൾ, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കാം. ഇവിടെ ദൈവജനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയെ നിന്റെ ധനം കൊണ്ടും, നിനക്ക് കിട്ടിയ ധനത്തിന്റെ ഒരു അംശം ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ തന്നെ എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ട് ദൈവത്തെ മാനിക്കണം. ഹല്ലേലൂയ. എന്റെ ചർച്ചിൽ ഇപ്പോഴും സഹോദരനുണ്ട്. ഹല്ലേലൂയ. അവരുടെ വീട്ടിലെ പ്ലാവിൽ ഒരു ചക്കയുണ്ടല്ലോ, ആദ്യം ഇവിടെ കൊണ്ടുതരും. ഹല്ലേലൂയ. അവരുടെ പറമ്പിൽ തെങ്ങുണ്ട്. തെങ്ങിന്റെ തേങ്ങ വീണ് അത് വിറ്റുന്ന പൈസ ഒരു ഭാഗം കൊണ്ടുതരും. അധികമൊന്നുമില്ല. തേങ്ങ എല്ലാം കൂടെ വീണെ കിട്ടുന്ന ഒരു 200 രൂപയായിരിക്കും. 200 രൂപയ്ക്ക് 90 ഒരു ഭാഗം കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സഹോദരന്മാരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുന്നതിൽ ഹല്ലേലൂയ നല്ല മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ നിന്റെ എല്ലാ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മാനിക്കണമെന്ന് സദൃശവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ കൊടുത്തു നോക്കിയാട്ടാ. ഹല്ലേലൂയ. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനവധി സഹോദരന്മാരുണ്ട്. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരന്മാരുണ്ട്. അവരൊക്കെ എന്താണ് പ്രിയരെ ചെയ്യുന്നത്? ഹല്ലേലൂയ. അവർ അധ്വാനിക്കുന്ന, മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന, മാത്രമല്ല അവർ വിവിധ ജോലികൾ ചെയ്ത്, ഡബിൾ ഡ്യൂട്ടികൾ ചെയ്ത്, ഉറക്കളച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന നന്മകളുടെ ഒരു ഭാഗം ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എത്രയോ പ്രവാസികൾ, ദൈവമക്കൾ വിദേശ രാജ്യങ്ങളിൽ. അവർക്ക് വേണ്ടി ചിന്തിക്കത്തില്ല, ഞാൻ രാത്രിയും പകലൊക്കെ അധ്വാനിച്ച് ഇരട്ടി ഡ്യൂട്ടി ചെയ്ത് എനിക്ക് കിട്ടിയതാണ്, ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പ് ചോരയാക്കി കിട്ടിയതാണ് എന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ അവരൊന്നും പറയാതെ അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവരെ മാനിച്ചപ്പോൾ, അവർക്ക് സാലറി വർദ്ധിച്ചപ്പോൾ, ജോലി വർദ്ധിച്ചപ്പോൾ, അവരുടെ നന്മകൾ വർദ്ധിച്ചപ്പോൾ, അവരുടെ എല്ലാ ധനം കൊണ്ടും അവർ ദൈവത്തെ
ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു. ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ള എല്ലാവരും അങ്ങനെയൊക്കെ കേട്ടോ, എൻ്റെ ഏരിയ. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്നവരെല്ലാം സുവിശേഷയ്ക്ക് വേണ്ടി വളരെ കൊടുക്കുന്നവരാണ്. പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ സന്തോഷത്തോടെ കൊടുക്കുന്നവരാണ്. പ്രൈസ്. എനിക്കൊരു ദൈവദാസനെ അറിയാം, അമേരിക്കയിലാണ്, ചിക്കാഗോയിലാണ്, ലഹരിയ. അദ്ദേഹം ഒരു വേർപാട് സഭയുടെ ശുശ്രൂഷകനാണ്. ലഹരിയ IPCയിലോ ചാനലിന്റെ ന്യൂഡിലെ ചർച്ചക്കോളിലെ ഏജിയിലെ ഇൻഡിപെൻഡന്റോ ഒന്നും അല്ല അദ്ദേഹം വർക്ക് ചെയ്തത്. പക്ഷേ വേർപാട് സഭയുടെ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ലഭിക്കുന്ന നന്മയുടെ നല്ലൊരു ശതമാനം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൈത്താങ്കൾ കൊടുക്കുന്ന തന്റെ അല്ലെങ്കിൽ സാധുക്കളായിരിക്കുന്ന ദാസന്മാരെല്ലാം വിളിച്ചുകൂട്ടി സന്തോഷത്തോടെ ഒരു മീറ്റിംഗ് നടത്തി ഭക്ഷിച്ചു പാനം ചെയ്യും. ദൈവത്തിന് വേണ്ടി കൊടുക്കും. ഈ ദൈവദാസ് എന്ന് പറഞ്ഞാൽ ഒരു ബാപ്റ്റിസ്റ്റ് സഭയുടെ ഏറ്റവും നേതൃത്വം നിലനിൽക്കുന്ന ശ്രേഷ്ഠനായ ഒരു പാസ്റ്റർ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, തോമസ് വർഗീസ് എന്നാണ്. പ്രൈസോ പാസ്റ്റർ തോമസ് വർഗീസ്. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് ആ ദൈവദാസൻ നാട്ടിലേക്ക് വരുമ്പോൾ IPC എന്നോ ഷാരോനോ ഏജിന്നോ ന്യൂഡിയെന്നോ ചർച്ചക്കോടെന്നോ ഒന്നുമില്ലാതെ എല്ലാ ദൈവദാസന്മാരെയും വിളിക്കും, എല്ലാ സംഘടന ഭാഗത്തെയും വിളിക്കും. എന്നിട്ട് എല്ലാവരെയും കൂട്ടി നല്ല മീറ്റിംഗ്, നല്ല സന്തോഷം. അദ്ദേഹത്തെ ദൈവമക്കളോടൊപ്പം സന്തോഷിക്കുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇഷ്ടം. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേര് ചെയ്യും? പ്രൈസറോ, ഹല്ലേലൂയ. അങ്ങനെ എത്ര പേര് ചെയ്യും? പ്രൈസറോ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദേശത്തു നിന്നൊരു ദൈവദാസം വന്നാൽ അവരെ കാണാൻ പോലും കിട്ടാത്ത കാലഘട്ടത്തിൽ ഈ പാസ്റ്റർ വന്നു കഴിയുമ്പോൾ താൻ സഹായിച്ച, താൻ കൈത്താങ്കൾ കൊടുക്കുന്ന എല്ലാവരും വിളിക്കും. പ്രൈസറോ. എനിക്ക് ആ പാസ്റ്റർ വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. കുടുംബത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് അതൊരു ഇഷ്ടമല്ല. അദ്ദേഹം ഇഷ്ടമല്ല അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത്. എന്നാൽ ദൈവത്തെ കൊടുക്കുന്നതിൽ അദ്ദേഹം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മ ദൈവം ഉയർത്തി ഇന്ന് വലിയൊരു സഭയുടെ നേതൃത്വം നിരയിൽ ദൈവം കൊണ്ട് നടത്തിയും രക്തം ചെയ്യും ദൈവത്തിന് കൊടുത്തതാണ്. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിന് എങ്ങനെയാണ് ദൈവം നമുക്ക് അമ്മ അനുഗ്രഹിക്കുന്നത്? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്നത്. പ്രൈസലോ. നിങ്ങൾ മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ തീർച്ചയായും അവൻ ആകാശത്തിന്റെ കിളിവാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ കാണാൻ 2 മടങ്ങ് അനുഗ്രഹങ്ങളെ കാണാം. ഏലിയാവിനെ പിന്തുടർന്നതിനാൽ ഇരട്ടിയായ അനുഗ്രഹങ്ങൾ ഏലിശയ്ക്ക് കൊടുത്തു. എലിശയുടെ ആഗ്രഹം എന്തായിരുന്നു? ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. ഹല്ലേലൂയ. അതിനെന്താണ് ഏലിശ എന്ത് ചെയ്തു? ഏലിയാവിനെ വിട്ടുപിരിയാതെ ഏലിയാവിനോട് ചേർന്ന് നടക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് ചുള്ളിക്കാറ്റിൽ എടുക്കപ്പെടുന്ന മുമ്പ് എലിശയോട് വെച്ച് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഹല്ലേലൂയ. എലിശ പറഞ്ഞതിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. അതെ, ഏലിയാവിന്റെ മേലുണ്ടായ ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ എലിശയ്ക്ക് കൊടുത്തു. ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ഇരട്ടി ശുശ്രൂഷകൾ എലിശയിൽ കൂടെ ദൈവം ചെയ്തു. അത് ദൈവത്തിന് കൊടുക്കുന്നതിൽ നമ്മൾ ശുശ്രൂഷയിൽ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ താൻ ക്ഷമയോടുകൂടിയിരുന്നു. യോബിന്റെ ജീവിതത്തിന്റെ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു, പുത്രന്മാർ നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത ശരീരം മുഴുവൻ വ്രണം പിടിച്ച് അല്ലെങ്കിൽ പുഴു പിടിച്ച് വേദന കൊണ്ട് പൊളയുമ്പോഴും ഒട്ട് കഷ്ണം എടുത്തതിന്റെ ശരീരത്തെ പുഴുക്കളെല്ലാം തള്ളി താടിയിട്ട് വേദനയുടെ നടുവിലിരിക്കുമ്പോഴും തന്നെ ആശ്വസിപ്പിക്കാമോ എന്ന സ്നേഹിതർ ഹല്ലേലൂയ യോബിന്റെ നേരെ പരാതികളും പരിഭവങ്ങളും പറയുമ്പോഴും ഒക്കെ യോബ് ക്ഷമയോടെ ഇരുന്നു. ഹല്ലേലൂയ. യഹോവ തന്നു, യഹോവ എടുത്തു. ഹല്ലേലൂയ എന്നൊക്കെ യോബ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം കൊടുത്തതെല്ലാം യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന യോബിന്റെ ജീവിതം. യോബിന്റെ പുസ്തകം 1-2 അധ്യായം വായിച്ചിട്ട് നിങ്ങൾ 42 അധ്യായത്തിലേക്ക് 10-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി യോബിന് മുമ്പുണ്ടായിരുന്നില്ല ഇരട്ടിയായി കൊടുത്തു. ആടുപാട് കന്നുകാലികളും എല്ലാം ദൈവം ഇരട്ടിച്ചു കൊടുത്തു. തന്റെ 10 മക്കൾ മരിച്ചു പോയപ്പോൾ അവർ സ്വർഗത്തിൽ വസിക്കുമ്പോൾ 10 മക്കളെ കൂടെ വീണ്ടും കൊടുത്തു. എല്ലാം ഇരട്ടിയായി. അത് നമ്മൾ ക്ഷമയോടെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നോമ്പരങ്ങൾക്കൊക്കെ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം, ഇല്ലായ്മ കടന്നു വരാം. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. പ്രൈസോ.
എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ഞാൻ ഒരുപാട് പ്രാർത്ഥന അമ്മയ്ക്ക് ചെയ്യാറ്, ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെ സഹോദരൻ പറഞ്ഞത്, എന്റെ കാര്യം നോക്കുവാൻ, എന്നെ അന്വേഷിക്കുവാൻ, എനിക്ക് നല്ല ആഹാരം വാങ്ങി ഒരു വസ്ത്രമായി തന്നെ പുറത്തു കൊണ്ടുപോകാൻ എന്റെ ഭർത്താവിന്റെ മക്കൾക്കും കഴിയുന്നില്ല. അവരിഷ്ടംപോലെ മൃഷ്ടാന ഭോജനം കഴിച്ച് ഇഷ്ടംപോലെ കറങ്ങിയടിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ ഭവനത്തിനകത്ത് വേദനിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സങ്കടം തോന്നി, വളരെ പ്രയാസം തോന്നി. എല്ലാവരും കൊണ്ട് പക്ഷേ ഒന്ന് ആശ്രയിപ്പാൻ, ഒന്ന് സന്തോഷിപ്പാൻ, ഒന്ന് കൈത്താങ്ങൾ കൊടുക്കുവാൻ ആരോരുമില്ലാത്ത അനവധി ആളുണ്ട്. എന്നിട്ട് ആ സഹോദരനോട് പറയാ, എനിക്ക് വളരെ സാമ്പത്തിക കഷ്ടം കടന്നു വന്നു, ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. അങ്ങനെ എനിക്കിപ്പോൾ ഒരു സഹോദരൻ കൊണ്ടുവന്ന കുറച്ച് പൈസ കൈത്തന്നു, വളരെ സന്തോഷമായെന്ന് പറഞ്ഞു. അതെ, ആരുമില്ലാത്തവർക്ക് ദൈവാശ്രയമാണ്. നീ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ആരുമില്ലാത്ത നിന്റെ ജീവിതത്തിൽ യേശു ആശ്രയമായി മാറും. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ, എല്ലാവരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ, എല്ലാവരും നിന്നെ വിടക്കെന്ന് പറയുമ്പോൾ, അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സ്വഭാവി, നീ ദൈവത്തിന് വേണ്ടി നിനക്ക് കർത്താവ് നിനക്ക് നന്മകൾ ചെയ്യും. അത് നീ പരാതികളും പരിഭവങ്ങളും കൂടെ അയ്യോബിനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് സമൃദ്ധിയുടെ വാതിലിനെ, ആകാശത്തിൽ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാത്ത വരുവോളം ദൈവം നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. ഒരു 10 മടങ്ങ് അനുഗ്രഹങ്ങളെ, 100 മടങ്ങ് അനുഗ്രഹങ്ങളെ ദൈവം തരും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദാനിയേൽ ബാബിലോണിലുള്ള എല്ലാ ജ്ഞാനികളെക്കാളും 10 മടങ്ങ് ജ്ഞാനമുള്ളവനായിരുന്നുവെന്ന് ഹല്ലേലൂയ ദാനിയേലിന്റെ പുസ്തകം 1:20 വായിക്കും കാണുന്നുണ്ട്. അപ്പൊ ബാബിലിൽ അനവധി ജ്ഞാനികളും വിജ്ഞാനികളും അല്ലെങ്കിൽ ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവരെക്കാളൊക്കെ 10 മടങ്ങ് ജ്ഞാനമുള്ളവനായിരുന്നു ദാനിയേല്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ദൈവത്തിന് വേണ്ടി നാം വിതച്ചാൽ ഹല്ലേലൂയ ദൈവം അതെല്ലാം വർദ്ധിപ്പിക്കും. അപ്പം ബാബേലിലുള്ള ജ്ഞാനികളെക്കാൾ 10 മടങ്ങ് ജ്ഞാനം ഹല്ലേലൂയ ദാനിയേൽ ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ആമേൻ, വിതക്കാരൻ വിതച്ചു കഴിഞ്ഞപ്പോൾ വിതക്കാരന് കിട്ടിയ അനുഗ്രഹം എങ്ങനെയാണ്? 30 മേനി, 60 മേനി, 100 മേനി. കണ്ടോ, ദൈവം എല്ലാം വർദ്ധിപ്പിക്കുന്നവരാണ്. അത് നീ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ജ്ഞാനം നിനക്ക് മറ്റുള്ളവരെക്കാൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ച് ദൈവം തരും. ദാനിയേലിനെ ഉപയോഗിച്ച് ദൈവം നിന്റെ കൃഷിക്കകത്ത് 30, 60, 100 മടങ്ങായി ദൈവം തരും. ഹല്ലേലൂയ. പഴയ നിമിത്തം ഇസ്ഹാക്കിനെ കുറിച്ച് കാണാൻ കഴിയും. ഇസ്ഹാക്ക് ദേശത്ത് വിത്ത് വിതച്ചായണ്ടി വളരെ ഫലം കൊയ്തെന്ന അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഇസ്ഹാക്കിന്റെ ദേശത്ത് വിത്ത് വിതച്ചു, അത് 100 മേനി ഫലം കൊടുത്തു എന്നാ ഉൽപ്പത്തി പുസ്തകം 26:12. അപ്പം ദൈവത്തിന് നീ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. നീ ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ 100 മടങ്ങ് വർദ്ധനവ് തരാൻ ദൈവത്തിന് കഴിയും. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ആമേൻ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത്. ആകാശം പിതാവിന്റെ കൈവേദിയെ പ്രശ്നമാക്കുന്നത്. ഭൂമി എന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണ്. സകലത്തിന്റെ ഉടയവൻ യേശുവാ. ദൈവം നിനക്ക് നന്മകൾ തരാൻ ആഗ്രഹിക്കും. അത് നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ 10 മടങ്ങ് ജ്ഞാനമായിട്ടും 30, 60, 100 മേനിയും വിളവായിട്ടും ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സാലറിയെ ദൈവം വർദ്ധിക്കും. നിന്റെ ജോലിക്ക് ഉയർച്ച തരും. നിന്റെ കൃഷിക്കകത്ത് ഉയർച്ച തരും. ക്ഷീരമേഖലയിൽ ആടുമാട് കന്നുകാലികൾ പെരുകാൻ തുടങ്ങും. അല്ലേ, എല്ലാം നിനക്ക് വർദ്ധനവാ, രക്തം ചെയ്യാം. അല്ലേ, ഇവിടെ നമ്മൾ 1000 മടങ്ങ് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ കാണുന്നതിന്റെ 1-ാമത്തെ 11-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർത്ത് ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെയാ? ദാനിയേലിന് 10 മടങ്ങ് ജ്ഞാനം. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ വിതക്കാനുള്ള ബന്ധം നോക്കുമ്പോൾ 30, 60, 100 മേനി. ഹല്ലേലൂയ. ഇവിടെ ആവർത്തന പുസ്തകം നോക്കുമ്പോൾ ഈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഇപ്പോഴേക്കാൾ ഇനിയും 1000 മടങ്ങായി. അപ്പം വേറെ പുസ്തകത്തിന് ഒരു മാറ്റമില്ല. 1000 മടങ്ങ് ആകാശത്തിന് കിളിവാതിൽ തുറന്ന സ്വർഗത്തിന് സകല ആത്മീയനിക്കെടുത്താലും യേശു നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. അത് നിന്റെ കണ്ണുനീര് മാറും, നിന്റെ വേദനകൾ മാറും, നിന്റെ സങ്കടം മാറും, നിന്റെ പ്രതിസന്ധികളെല്ലാം മാറും. ശ്രോതാവേ, ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത അനുഭവമായിരിക്കാം. നീ വളരെ സങ്കടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് നീ ഭാരപ്പെടുന്നതായിരിക്കാം.
കുടുംബം എങ്ങനെ പോറ്റും, മക്കളെ എങ്ങനെ വളർത്തും, അവരെങ്ങനെ പഠിപ്പിക്കും, അവർക്ക് വേണ്ട നന്മകൾ എങ്ങനെ വാങ്ങിക്കൊടുക്കും, അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്നൊക്കെ നീ ഓർത്ത് ഭാരപ്പെടുന്നതായിരിക്കാം. ജീവിതം ഒരുപാട് കഷ്ടതയിലായിരിക്കാം, ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞതായിരിക്കും നിന്റെ ജീവിതം. പക്ഷേ നീ ഒരിക്കലും ദൈവത്തോട് പിശുക്ക് കാണിക്കാതെ നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല, അവനോട് പറ്റിയിരിക്കുന്നെങ്കിൽ അവൻ സകല നന്മയാലും ദൈവം നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, സങ്കീർത്തന പുസ്തകം 23 പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതെ, ദാവീദിനോട് ചോദിച്ചാൽ പറയേ, എന്റെ ദൈവം എന്റെ ഇടയനാ, കർത്താവിന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടില്ല. ദാവീദ് സങ്കീർത്തനം പാടി താഴ്ത്തി വരുമ്പോൾ 23:6 പറയുന്നുണ്ട്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കഷ്ടതയുടെ നടുവിലാണോ, നീ സങ്കടത്തിന്റെ നടുവിലാണോ, ഒന്നുമില്ലായ്മയുടെ നടുവിലാണോ? ഹല്ലേലൂയ. ആരും നിന്നെ കണ്ടില്ലെന്ന് നടിച്ചു മാറിപ്പോവുകയാണോ? അത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുവാൻ, നിനക്ക് തന്ന് നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. പൗലോസ് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഫിലിപ്പിയ സഭ പൗലോസിന് വളരെ ഔദാര്യമായി ദാനം ചെയ്തു, സന്തോഷത്തോടെ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാകുന്ന മുഖാന്തരം സകലത്തിലും മതിയാകുന്നത് പൗലോസ് പറഞ്ഞതുപോലെ ഫിലിപ്പി സഭയ്ക്ക് നന്ദി ചൊല്ലിക്കൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഇത് പറഞ്ഞ് നീ ദൈവത്തിന് നന്ദി പറയണം, നീ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കണം. രക്തം ചെയ്യണം. പ്രൈസോ. ദൈവം നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല, ദൈവം ഒരിക്കൽ പോലും മറന്നു കളയുന്ന ദൈവമല്ല. ഈ ഭൂമിയിലുള്ള 800 കോടി ജനത്തെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമായി. ലോകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുവനുണ്ട്, അത് യേശു കർത്താവാണ്. പേര് പറഞ്ഞ് നമ്മെ വിളിച്ചനുഗ്രഹിക്കുന്നവൻ, നമ്മുടെ പേരും നാളും വീട്ടുപേരും ഒക്കെ അറിയുന്നവൻ, നമ്മുടെ പേരും നാടും വീട്ടുപേരും ഒക്കെ അറിയുന്നവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കണമെന്നാണ് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ നമ്മൾ വായിക്കും കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 19 വരുമ്പോൾ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഹല്ലേലൂയ. അപ്പം ഭൂമി നിങ്ങൾ എത്രമാത്രം നിക്ഷേപം സ്വരൂപിച്ചു വെച്ചാലും ഹല്ലേലൂയ അതെല്ലാം പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ മോഷ്ടിച്ചു കൊള്ളുകയും ചെയ്യും. ഹല്ലേലൂയ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കള്ളന്മാർ പെരുകിക്കൊണ്ട് കൊള്ളക്കാർ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കോട്ടയത്ത് ഒരു ഭാര്യയും ഭർത്താവിനെ കൊന്നത് നമ്മൾ കണ്ടില്ലേ? അതിന് ചില നാളുകൾക്കും അദ്ദേഹത്തിന്റെ മകൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചത് നമ്മൾ കേട്ടു. അല്ലെങ്കിൽ പോലീസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടില്ലേ? കഴിഞ്ഞ നാളിൽ തിരുവനന്തപുരത്ത് പണത്തിന് സ്വർണത്തിന് വേണ്ടി വീട്ടിൽ കയറി അല്ലെങ്കിൽ ആ വീട്ടുടനെ കൊന്നത്. എത്രയോ കടകൾ, എത്രയോ ഭവനങ്ങൾ കുത്തിത്തുറക്കുന്നു. കുറുവാ സംഘം എന്ന് പറയുന്ന സംഘം ഭൂമിയിലിറങ്ങി സകല വീടുകളും തുറക്കുന്നു. അങ്ങനെ കള്ളന്മാർ പെരുകിക്കൊണ്ടിരിക്കുക. ഇന്ന് കള്ളന്മാർക്ക് ഒരു ഭംഗിയില്ലാത്ത രാജ്യമാണ്, ഒരു ഭംഗിയില്ലാത്ത സ്ഥലമാണ് കേരളം. ഇവിടെ കള്ളന്മാർക്ക് ഒരു ദാരിദ്ര്യമില്ല. ഒരുപാട് ആളുകൾ ഇവിടെ കള്ളന്മാരായിട്ട് എത്തിയിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ ജനവും നമ്മുടെ സർക്കാരും എല്ലാം കൂടെ വളരെ ശ്രേഷ്ഠ അതിഥികളായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ഇടയിൽ നടക്കുന്ന പേടിച്ചിട്ടൊന്നും മനുഷ്യൻ നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അക്രമങ്ങൾ പെരുകി, അധാർമികത പെരുകി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നീ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെ കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും നിന്റെ നിക്ഷേപം നിന്റെ ഹൃദയം ഇരിക്കാതെ നീ ദൈവത്തിന് വേണ്ടി കൊടുക്കും. നിന്റെ ഹൃദയം മുഴുവൻ നീ ദൈവത്തിന് കൊടുക്കണം. നിന്റെ ഹൃദയത്തിൽ ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം. ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടം വന്നാലും എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. നമ്മൾ വചനം വായിച്ചവരും കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇബ്രായ ലേഖനത്തിലേക്കും 13-14 വാക്യങ്ങളിലൂടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ, വരുവാനുള്ള യാത്രയും നാം അന്വേഷിക്കുന്നതെന്ന്. അതെ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊരു നഗരമില്ല. നമ്മളെല്ലാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നമ്മൾ മാറിപ്പോയി മറിയാം. ഈ കൂടാരം വിട്ടുന്ന മാറിയേ മതിയാകൂ, ഈ ഭൂമി വിട്ടുന്ന മാറിയേ മതിയാകൂ. അത് നിലനിൽക്കുന്ന ഒരു നഗരമില്ലാത്തതുകൊണ്ട് നാം അന്യരും പരദേശികളുമായതുകൊണ്ട് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ഭൂമി നിക്ഷേപം വെച്ച് നിന്റെ ഹൃദയം അല്ലെങ്കിൽ നിന്റെ ഹൃദയം നാമെ തടിച്ചു പോകാതെ
നീ കർത്താവിന് വേണ്ടി കൊടുക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. ആമീൻ. നിങ്ങളുടെ നിത്യമായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. നിത്യമായ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ രാജാവ് തന്നെ ക്രിസ്തുവിനായി സമർപ്പിച്ചു. അല്പം വലിയ സ്തോത്രം അല്ല, അല്പം വലിയ ദൈവത്തിന് കൊടുത്തോണ്ടിരുന്നാൽ പിന്നെ ദൈവത്തിന് വേണ്ടി സമൃദ്ധിയായി കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ ദൈവത്തിനായി കൊടുക്കുന്നത് ഇഹലോകത്തിലും അനുഗ്രഹം, ആമീൻ, നിങ്ങൾ പരലോകത്തിലും അനുഗ്രഹം പ്രാപിക്കും. നിങ്ങൾ കർത്താവിന് കൊടുത്താൽ ഈ ലോകത്തിൽ വെച്ചും നിത്യത്തിലും നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. കൊടുക്കുക. കന്ന തന്റെ മകനെ കൊടുത്തു, അവൾക്ക് 5 മക്കളെ. ഫിലിപ്പി സഭ പൗലോസിനെ സഹായിച്ചു, ആ സഭയെ ദൈവം അനുഗ്രഹിച്ചു. കഴിഞ്ഞ കാല ഭക്തന്മാർ ദൈവത്തിന് വേണ്ടി കരഞ്ഞ് കണ്ണീരോടെ വേല ചെയ്തു. അല്ലേ, പട്ടിണി ദുരിതവും അമ്മയൊക്കെ അനുഭവിച്ച് ഉടുപ്പും വസ്ത്രമില്ല, കാലിടും ചെരുപ്പില്ല, യാത്രയോ വണ്ടിയില്ല, കിലോമീറ്റർ നടന്ന് ലോകത്തിന് പോയി മടങ്ങി വരുന്ന അന്നൊക്കെ അവരുടെ മക്കളൊക്കെ പഠിച്ച് ഉയർന്ന വിദേശ രാജ്യങ്ങൾ ഉന്നതമായ നിലയിൽ അവരെത്തിക്കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി കൊടുത്തു. പക്ഷെ നിന്റെ കൈ മുറുകി പിടിക്കുന്നതോർ നിനക്ക് നമ്മൾ കിട്ടാതെ വരും. അതുകൊണ്ട് നീ ദൈവത്തിന് കൊടുത്ത് പഠിക്കാം. ആകാശത്തിന് കിളിവാതിൽ തുറക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് നിനക്ക് തീരുമാനം എടുക്കാമോ? കർത്താവ്, എൻ്റെ എല്ലാ ധനം കൊണ്ടും എൻ്റെ വിളവിൻ്റെ ആദ്യഫലം കൊണ്ട് ഞാൻ ദൈവത്തെ തൃപ്തിപ്പെടുത്തും. ആലയത്തിന് കൊടുക്കുന്ന പിശുക്ക് കാണിക്കത്തില്ല, ദൈവത്തിന് കൊടുക്കുന്ന പിശുക്ക് കാണിക്കത്തില്ല. ധനമായാലും വിളവായിരുന്നാലും എൻ്റെ മക്കളെ ആയിരുന്നാലും എല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്തുതിക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ്, കേരളത്തിനകത്ത് ഭാരതത്തിൽ രാജ്യം 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിപ്പെടാം ശൈശവരും ബാധിത കൗമാരി ഗൗരവത്തിൽ വാക്കും ജാഗ്രതരും അശനായി യാതൊരു റോഫിനും ചോട്ടനും തലമുറ വിചാരിക്കുന്ന എല്ലാവരെയും ഇവിടെ ഫർമോഷ മറ്റു മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങളിൽ സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, അമിസകമയിൽ പുതുമാരുപയോഗിച്ച സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ കൺസ്യൂമർക്കാരും മോട്ടോറിംഗ് യൂണിയൻ രംഗത്തായിരിക്കുന്ന എല്ലാ കർത്താവ് സോദരനും എല്ലാ പാടത്തും ഗോറിയിലും പണിയെടുക്കുന്ന തീരദേശവാസികൾ മത്സ്യത്തിനെ കടന്നുപോയി എല്ലാ ചെറുപ്പം എല്ലാ വ്യാപാരി വ്യവസായം വഴിയോര കച്ചവടക്കാരെയും കർത്താവ് സോദരനല്ല കൺസ്യൂമർ മേഖലയിലായിരിക്കുന്നില്ല കൂട്ടിക്കുന്നവരെയും കർത്താവ് ക്ഷീരമേഖലയിൽ കാർഷിക മേഖലയിലായിരിക്കുന്ന ദേശരാജ്യം ജോലി എന്ന കർഷക സഹായിക്കുന്ന ഒപ്പരപ്പെടുന്ന ക്ഷീരകർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഷറാട്ടികൾ കർത്താവ് രാജ്യരാഷ്ട്രന്മാരെ എല്ലാം ഓർക്കുന്നു. കർത്താവ് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മദ്യവുമായി വരുന്ന മനസ്സിലേഖരി പദാർത്ഥങ്ങൾ പെരുകുന്ന മനുഷ്യൻ ജയിക്കാൻ കഴിയാതെ അക്രമങ്ങൾ, രാജ്യത്വം, കൊലപാതകങ്ങൾ, പിടിച്ചുവരും, മോഷണങ്ങൾ പെരുകുമ്പോൾ സാധ്യത രക്തച്ചൊല്ലി നടക്കുമ്പോൾ കർത്താവ് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും എഴുതിട്ട് ദേശത്തെ മുഴുവൻ നാശമാക്കും. രാഷ്ട്രീയ അധികാരത്തിന്റെ തമ്മിൽ വികാരമോകൾ കയ്യിലെടുത്ത് അവർ കർത്താവ് അക്രമം ഒഴിച്ചുവിടുമ്പോൾ കേരളത്തിന്റെ ഭാരതത്തിന്റെ ലോകരാജ്യ സമാധാനത്തിനെ പ്രാർത്ഥിക്കുന്നു. കർഷകരുടെ കടന്നു വലിയ കുടുംബമുണ്ട്. സാമ്പത്തികമായി പരാജയം, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, കടക്കണിയെ ഭവനമില്ലാതെ, ഒരു കർത്താവിത്തുണ്ട് ഭൂമിയില്ലാതെ നേരിടുന്നവർ, കർത്താവ് വളരെ കഷ്ടം സമീപങ്ങളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പല വാദങ്ങൾക്ക് നിയമനമില്ലാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പിൻപാലുകൾ അനേകം നിയമിക്കപ്പെടും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഭാരപ്പെടുന്നു. ദേശത്ത് കടന്നുനാക്കിയേക്കും വിദേശത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജോലി നഷ്ടപ്പെട്ടവർ, വിസാന്റെ കാലാവധി കഴിഞ്ഞവർ, മണ്ഡലത്തിൽ കഷ്ടപ്പെടുന്നവർ, അവരെല്ലാവരും ഓർക്കണമേ. ആകാശത്തിന് വെളിവാതിൽ തുറന്നില്ല കുടുംബങ്ങളിൽ അനുഗ്രഹിക്കണമായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരൊക്കെ മാറിപ്പോകട്ടെ. യോഗത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥി തനിക്ക് നഷ്ടമാതിലും ഇരട്ടിയായി മടക്കി കൊടുത്ത ദൈവമേ, ക്ഷമയോടെ യോഗിനെ പോലെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, കിട്ടുന്നതിലൊക്കെ ദൈവത്തിന് കൊടുക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. അത് പൂർണ്ണ സന്തോഷത്തോടെ കൊടുക്കുവാൻ ഉള്ള മനസ്സ് കൊടുക്കണമേ. സഭയിൽ കാണിച്ചതുപോലെ പരിശുദ്ധനോട് ന്യായം കാണിപ്പാൻ, ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയപ്പെടാതെ ദൈവത്തിന് കൊടുത്ത് തൃപ്തി പ്രാപിപ്പാൻ ജനത്തിന് ഫിലിപ്പി സഭ പൗലോസിന്റെ ശുശ്രൂഷയിൽ വളരെ നന്ദി കാണിച്ചതുപോലെ, വളരെ ദാനം ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിലും അങ്ങൊരു കൂട്ടം ജനത്തെ ഒരുക്കണമേ. ദൈവദാസന്മാർ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേൽ നീതി വെളിപ്പെടുത്തിയാട്ടെ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.